കുക്ക് ആൻഡ് സെർവിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പുട്ട്. അത് ഞാനിവിടെ വാഴയിലാണ് ചെയ്യുന്നത്. വാഴയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. വാഴയിലയിൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പുട്ടുണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാനിവിടെ 3 ടൈപ്പ് പുട്ടുണ്ടാക്കുന്നുണ്ട്. ഒന്ന് മാമ്പഴപ്പുട്ട്, അതോടൊപ്പം തന്നെ ക്യാരറ്റ് പുട്ട്, പിന്നീടുള്ളത് നോർമൽ ചെമ്പൻ പുട്ടുപൊടി കൊണ്ടുള്ള പുട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മാമ്പഴപ്പുട്ടിന് വേണ്ടി ചെറുതായിട്ട് മാങ്ങ അരിഞ്ഞിട്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രൈൻഡ് ചെയ്യുന്ന ടൈമിൽ വെള്ളം ചേർക്കേണ്ടതില്ല. അതേപോലെ ക്യാരറ്റും ഞാൻ ചോപ്പറിൽ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി എടുത്ത് കുറച്ച് ഉപ്പും എടുത്ത് നന്നായിട്ട് പുട്ട് കുഴച്ചെടുക്കാം. ചൂടുവെള്ളത്തിലാണ് ഞാൻ ഇവിടെ കുഴയ്ക്കുന്നത്. പുട്ട് കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി വെള്ളം കൂടി പോകാതെ നന്നായിട്ട് കുഴച്ച് പരുവപ്പെടുത്തിയെടുക്കുക. നല്ലപോലെ കുഴച്ചെടുത്ത പുട്ടിലേക്ക് നമുക്കിനി അരച്ച മാമ്പഴം ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്തെടുത്ത് മാമ്പഴം മുഴുവനായിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പുട്ട് വെക്കുന്ന സമയത്തിൽ വാഴയിലയിൽ നമ്മൾ പുട്ടിൻ്റെ പൊടി ഇട്ടതിന് ശേഷം മുകളിൽ കുറച്ച് വെക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തം എടുത്ത് യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. മാമ്പഴ പുട്ടിന് വേണ്ടിയുള്ള മിക്സ് നമ്മൾ കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ചൂടുവെള്ളത്തിൽ നമുക്ക് പുട്ട് കുഴച്ചെടുക്കാം. അതേപോലെ ചെമ്പൻ പുട്ടുപൊടിയും ഞാൻ അത്യാവശ്യം ഉപ്പും ചേർത്ത് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വാഴയിലയിൽ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. വാഴയില ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ മടക്കി ഇഡ്ഡലി ചെമ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് പിന്ന് കുത്തി വെക്കാം. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈർക്കിലുണ്ടാവും. ഈർക്കിൽ കുത്തി വെച്ച് നമുക്ക് ഇതേപോലെ വെക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇഡ്ഡലി ചെമ്പിലാണ് ഞാനിത് വെക്കുന്നത്. ഞാൻ ഇതിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഇവിടെ ഇല എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളും വെക്കുന്ന പാത്രം ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള സൈസിൽ ഇല എടുത്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നാട്ടിൽ നമുക്ക് ഈർക്കിൽ കിട്ടും. ഈർക്കിലാണ് ഏറ്റവും നല്ലത്. ഈർക്കില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ പിന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇഡ്ഡലി ചെമ്പിലേക്ക് നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം വേവാനുള്ള വെള്ളവും ഒഴിച്ച് നമുക്കിനി ഇലയിൽ ഇതെങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിറയ്ക്കാൻ പോകുന്നത് ക്യാരറ്റിനുള്ള മിക്സാണ്. ക്യാരറ്റ് പുട്ടിനുള്ള മിക്സാണ് ഞാൻ ആദ്യമായിട്ട് നിറയ്ക്കാൻ പോകുന്നത്. ആദ്യം ഇലയ്ക്കുള്ളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം ഞാൻ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ചേർക്കുന്നു. അതിനുശേഷം വേണം നമുക്ക് പുട്ടുപൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാൻ. പുട്ടുപൊടി ഇട്ടതിന് ശേഷം ഏറ്റവും മുകളിൽ കുറച്ച് ക്യാരറ്റും അതോടൊപ്പം തന്നെ തേങ്ങയും വെച്ച് നമുക്കിത് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് മാമ്പഴപ്പുട്ടിന് വേണ്ടി എങ്ങനെ നിറയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇടുന്നു. അതിനുശേഷം നമ്മൾ മാമ്പഴപ്പുട്ട് മിക്സ് ഇതിലേക്ക് ഇടുന്നു. പിന്നീട് ഗ്രൈൻഡ് വെച്ചിരിക്കുന്ന മാമ്പഴം കുറച്ച് ഇതിന് മുകളിലേക്ക് ചേർത്ത് തേങ്ങയും ഇട്ട് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ചെമ്പൻ പുട്ടുപൊടിയും ഞാൻ ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഏകദേശം 15-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ പുട്ട് റെഡിയാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഴയില പുട്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. വാഴയിലയിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതാണ് ഈ പുട്ടിൻ്റെ പ്രത്യേകതയും വെറൈറ്റിയും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ ഈസിയാണ്. അപ്പോൾ പുട്ടുകുറ്റി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് പുട്ടുണ്ടാക്കാം. മാമ്പഴം, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഇതൊക്കെ മിക്സ് ചെയ്ത് തന്നെ നമുക്ക് ഇതേപോലെ പുട്ടുണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും സ്റ്റേ സേഫ്. ബൈ.